ഹലോ, ഫേസ്ബുക്കിൽ നിറയെ പ്രശ്നങ്ങളാണ്. ആർക്കൊക്കെ എപ്പോഴാണ് ഇഷ്യൂസ് ലഭിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ പൊതുവെ വരുന്ന കുറച്ച് ഇഷ്യൂസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ആ ഇഷ്യൂസ് നമ്മൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഇഷ്യൂസ് ആണ് ഈ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്നുള്ള ഈ ഒരു സംഭവം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പെട്ടെന്ന് ലഭിക്കുന്ന സംഭവമാണ്. ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മളെ ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഒരു സൂചന തരും, പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്ന്. അതായത് നമ്മൾ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റർ അപ്ലോഡ് ചെയ്തതിൽ പ്രശ്നമുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കൂടുതൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്ക് വലിയ ഒരു പ്രശ്നമുള്ള ഒരു കേസൊന്നുമല്ല. നമ്മളെന്താ ചെയ്യുക, നമ്മളുടെ അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് പോയിട്ട് നമ്മൾക്ക് നമ്മുടെ നിലവിലുള്ള നമ്മളുടെ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നമ്മളുടെ റെക്കമെൻഡേഷൻ ആക്റ്റീവ്, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആക്റ്റീവ്, മാർക്കറ്റ് പ്ലേസ് ആക്റ്റീവ്, ഇതെല്ലാം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് മീൻസ് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് ഒരു ബോധവാന്മാരാവണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫേസ്ബുക്ക് തരുന്ന ഒരു സൂചനയാണ്. അപ്പോൾ ആ ഇഷ്യൂസിൽ കാണിക്കും എന്താണ് നമ്മുടെ ഇഷ്യൂസ്, ഏത് പോസ്റ്ററിനാണ് ഏത് വീഡിയോക്കാണ് ഇഷ്യൂസ് വന്നത്. ആ വീഡിയോയിൽ നമുക്ക് പിന്നെ ആ പോസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള വീഡിയോസ്, അങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇഷ്യൂസ് ആണ് റെസ്ട്രിക്ഷൻ ചെയ്യൽ. അതായത് നമ്മുടെ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ചെയ്യൽ, അത് മോണിറ്റൈസേഷനിലും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആക്കുക, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഡൗൺ ആക്കുക, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ലിമിറ്റഡ് ആക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സി വെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളുടെ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ആക്കിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താഴേക്ക് പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ നമ്മൾക്ക് റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാലത്തേക്ക് നമ്മളുടെ അക്കൗണ്ട് പിന്നെ ചില കാര്യങ്ങൾ, അതായത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സ്റ്റോപ്പാക്കി വെക്കും. അത് ചില സമയത്ത് നമ്മളുടെ പിന്നെ ലൈവിൽ പോകുന്നത് നമുക്ക് ബന്ധാക്കി വെക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പേജിന്റെ പേര് ചേഞ്ച് ആക്കുന്നത് സ്റ്റോപ്പാക്കി വെക്കും, അല്ലെങ്കിൽ നമുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പാക്കി വെക്കും. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ ആയിരിക്കും ചില സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ടൈം കഴിയാതെ നമുക്ക് ഈ റെസ്ട്രിക്ഷൻ മാറൂല. അത് എപ്പോഴും ഏത് ഡേറ്റ് വരെയാന്ന് നമുക്ക് പിന്നെ നമുക്ക് ആ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്നത് ആ ഡേറ്റ് തീരുന്നവരെ. ഇത് നോക്ക്, ഇതിൽ യു കാൺ ക്രിയേറ്റ് ആഡ്സ്, നമ്മൾക്ക് പരസ്യം ചെയ്യാൻ സാധിക്കില്ല, ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് എപ്പോഴാണ് ഡേറ്റ്? ഓഗസ്റ്റ് 14. ഈ ഓഗസ്റ്റ് 14 വരെ നമ്മൾക്ക് ഈ പിന്നെ പരസ്യം ചെയ്യാൻ സാധിക്കൂല. അത് ഈ റെസ്ട്രിക്ഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇത് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യു കാൺ ക്രിയേറ്റ് ലൈവ് വീഡിയോസ്. അതും ഓഗസ്റ്റ് 14 വരെ നമുക്ക് ലൈവ് വീഡിയോയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ താഴെ ജോയിൻ കോളിൽ നമുക്ക് ഓഗസ്റ്റ് 14 വരെ പോകാൻ സാധിക്കില്ല. അപ്പോൾ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാറുണ്ട്. അത് ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഈ റെസ്ട്രിക്ഷൻ മാറി കിട്ടാറുണ്ട്. പിന്നെ വേറൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് പിന്നെ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ ഫൈൻഡ് ഔട്ട് മോറിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഇഷ്യൂസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക് അങ്ങനെ നമ്മൾക്കൊരു പിന്നെ സ്റ്റാറ്റസ് അയച്ചു തന്നത്. അപ്പൊ എന്താക്കാ, നമ്മൾ കുറച്ചു കാലം നമ്മൾക്ക് എന്താണ് അതുപോലുള്ള വീഡിയോസ്, തെറ്റായിട്ടുള്ള വീഡിയോസോ ഫോട്ടോ അങ്ങനെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അത് ഓൾറെഡി ഫേസ്ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ചെയ്യാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മളുടേതായിട്ടുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, നമ്മളുടേതായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പോവുക. നമ്മൾ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് 2-3 മാസത്തോളം നല്ല രീതിയിൽ ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് അവർ റിവ്യൂ ചെയ്യും. അതിൽ പിന്നെ പഴയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നിലവിൽ നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്ന എന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ റെസ്ട്രിക്ഷൻ അവർ മാറ്റിത്തരും. അല്ലെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ റിജക്റ്റ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് പലതരത്തിലുള്ള ഫേസ്ബുക്കിൽ നിന്ന് ഇഷ്യൂസ് വരാൻ സാധിക്കാറ്. പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെയും വരാൻ പിന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് നമ്മളുടെ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡേഷൻ റിസ്കിൽ കാണാം, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ റിസ്കിൽ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ
കുറച്ചും കൂടി ബോധവാന്മാരാവണം. കാരണം ഏതെങ്കിലും ഒരു തെറ്റുകൾ സംഭവിച്ചു കൊണ്ടായിരിക്കാം നമ്മളുടെ അക്കൗണ്ട് നിലവിൽ റിസ്കിൽ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക്. ഒന്നും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അക്കൗണ്ട് പിന്നെ നല്ല രീതിയിൽ സസ്പെൻഡോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷനോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെക്കമെൻഡേഷൻ മോണിറ്റൈസേഷൻ റിസ്കിലൊക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫേസ്ബുക്കിൽ നമ്മൾക്ക് പലതരത്തിലായിട്ട് പല ആൾക്കാർക്കും വരാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് അങ്ങനെ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ളൂ. ഇനി ഈ പറഞ്ഞതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാതെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ആ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക. ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ സെറ്റിംഗ്സിന്റെ ടൂള്, അതായത് നമുക്ക് ഈ മുകളിലുള്ള ഈ 3 ലൈൻ കണ്ട, ഈ 3 ലൈനിൽ ഒന്നുകിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഉണ്ടാവും. അപ്പോൾ ആ 3 ലൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിപ്പോർട്ട് പ്രോബ്ലം എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണ് റെസ്ട്രിക്ഷൻ കിട്ടിയിട്ടുള്ളത് അവിടെയുള്ള ആ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെയുള്ള റിപ്പോർട്ട് പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ട് പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതായത് റിപ്പോർട്ട് പ്രോബ്ലത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾക്ക് വേറൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ താഴെയുള്ള ഇൻക്ലൂഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പ്രൊഫൈലിലാണോ ഇഷ്യൂസ് അല്ലെങ്കിൽ പേജിലാണോ ഇഷ്യൂസ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെയുള്ള ഇഷ്യൂസ്, ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇഷ്യൂസ് എന്നാണ് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അത് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് അഥവാ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ഇംഗ്ലീഷ് ആക്കി എടുക്കാം. മലയാളം കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആക്കി എടുക്കാം. നമ്മളവിടെ ഇംഗ്ലീഷിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അപ്ലോഡ് ഫ്രം ഫോൺ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗാലറിയിലുള്ള ആ ഫോട്ടോ, 2 സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ നമ്മളിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. എടുത്തു വെച്ചതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് കോർണറിലുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ സെൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് അവർക്ക് പോകുന്നതായിരിക്കും. റിപ്പോർട്ട് പോയിട്ട് കുറച്ച് നാളിന് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരുന്നതായിരിക്കും. റിപ്ലൈ വരുന്ന സ്ഥലം ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾ അതേ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ സപ്പോർട്ട് എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അലേർട്ട് എന്ന് കാണാൻ സാധിക്കും. അത് ഈ ഒരു ഭാഗത്ത് തിങ്സ് യു റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണാൻ സാധിക്കും. അവരുടെ റിപ്ലൈ കാണാൻ സാധിക്കും. ഇനി അഥവാ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മെയിലും വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് എടുക്കുക. അതായത് നമ്മൾക്ക് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് കാണാൻ സാധിക്കും. ഈ മെറ്റാ വെരിഫൈഡ് ബാഡ്ജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 1 മാസത്തെ വെരിഫൈഡ് ബാഡ്ജ് നമുക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവരുമായിട്ട് നമുക്ക് ഇപ്പം ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിലവിൽ എനിക്ക് ഇവിടെ 1 മാസത്തെ ഫ്രീ ആണ്. അതിനുശേഷം 639 വെച്ചിട്ട് മാസം കട്ടാവും. അപ്പോൾ 1 മാസത്തെ ഫ്രീ ഉപയോഗിച്ചിട്ട് അടുത്ത മാസം ആവാനാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. ചില ആൾക്കാർക്ക് ആ ഓപ്ഷൻ ലഭിക്കാറില്ല. ചില ആൾക്കാർക്ക് 45 റുപ്പീസ് വെച്ചിട്ടാണ്, ചില ആൾക്കാർക്ക് ഫ്രീ ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിഫൈ ആയിട്ട് കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കാനും അവരുടെ ഭാഗത്ത് നമുക്ക് റിപ്ലൈ ലഭിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏതെങ്കിലും ഏജന്റുമാരെ നിങ്ങൾ സമീപിച്ചിട്ട് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ ക്യാഷ് കളയണ്ട. മെറ്റ തന്നെയാണ് ഇത് ക്ലിയർ ആക്കി തരേണ്ടത്. അല്ല മറ്റൊരാൾക്കും ഇത് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.